പെയ്തൊഴിയാത്ത നൊമ്പരങ്ങൾ. നമുക്ക് കഥ തുടരാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നീട് അവിടുത്തെ കാലാവധി കഴിഞ്ഞപ്പോൾ അവിടെ നിന്നും ആ കുടുംബത്തിന് മാറി താമസിക്കേണ്ടി വന്നു. അങ്ങനെ അവിടെ അടുത്ത് തന്നെ മറ്റൊരു വാടക വീട് കിട്ടി. വളരെ കഷ്ടം തന്നെയായിരുന്നു ആ കുടുംബത്തിൻ്റെ അവസ്ഥ. എങ്ങനെയൊക്കെ ആയിരുന്നാലും അയാൾ എന്നും ജോലിക്ക് പോകുമായിരുന്നു. ബന്ധുക്കൾ ഒത്തിരി ഉണ്ടെങ്കിലും അച്ഛൻ്റെ ബന്ധുക്കൾ ആരും തന്നെ അവരെ തിരിഞ്ഞു നോക്കിയിരുന്നില്ല. പുതിയ വാടക വീട് ഒരു കർഷക കുടുംബത്തിൻ്റേതായിരുന്നു. അവിടെയുള്ളവർ വളരെ നല്ല മനുഷ്യരായിരുന്നു. ഒരു പാടത്തിൻ്റെ നടുവിൽ അതിമനോഹരമായ ഒരു ചെറിയ കർഷക വീട്, ഒരു കുളവും, വീട്ടിൽ നിന്ന് നോക്കിയാൽ പാടത്തിനക്കരെ ഒരു റോഡും കാണാം. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കൂടുമാറ്റം. പുതിയ വാടക വീട്ടിലെ ഉടമസ്ഥർ വലിയ പണക്കാരായിരുന്നു. അവർ ഈ കുടുംബത്തെ ഒത്തിരി ദ്രോഹിച്ചു. അച്ഛന് കുറച്ച് ഉത്തരവാദിത്തക്കുറവുണ്ടെന്ന് മനസ്സിലാക്കിയ ആ വീട്ടുടമസ്ഥർ അത് മുതലെടുത്തു. അവിടുത്തെ ആ തടിച്ചു കൊഴുത്ത വൃദ്ധനും വൃദ്ധയും അവർക്ക് താമസിക്കാൻ വീടിനോട് ചേർന്ന് ഒരു ഒറ്റമുറി കൊടുത്തു. തൊഴുത്തിൻ്റെ മൂലയോട് ചേർന്ന് ഒരു വൃത്തിയില്ലാത്ത ഭാഗം കാണിച്ചു